ഒന്ന് നിർത്തൂ. നിന്റെ കീറിയ പോക്കറ്റും ദാരിദ്ര്യവും വെറും വിധിയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സങ്കടത്തോടെ പറയട്ടെ, നീ വലിയൊരു അബദ്ധത്തിലാണ്. ഇത് കേൾക്കുമ്പോൾ നിനക്ക് ദേഷ്യം വരണം. കാരണം നീ ദിവസവും പ്രാർത്ഥിക്കുന്ന ആ ദൈവം ഒരിക്കലും നിന്നെ ദരിദ്രനായിട്ടല്ല ഈ ഭൂമിയിലേക്ക് അയച്ചത്. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിന്റെ ചിന്താഗതിയാണ്. പണക്കാർ അവരുടെ ലാഭത്തിനായി നിന്റെ ചിന്തകളെ തടവിലാക്കിയിരിക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ പൂട്ടുകളും തുറക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക താക്കോൽ ഇന്നെന്റെ കയ്യിലുണ്ട്. വെറുമൊരു മോട്ടിവേഷൻ നൽകാനല്ല ഞാൻ വന്നത്. കാരണം അത്തരം മധുരവാക്കുകൾ ദരിദ്രർക്ക് കേട്ടിരിക്കാൻ സുഖമുള്ള ഒരു ലഹരി മാത്രമാണ്. അതിനു പകരം ലോകത്തെ കോടീശ്വരന്മാർ മാത്രം അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന ആ ചീറ്റ് കോഡ് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അതൊന്നു മനസ്സിലാക്കിയാൽ കാന്തത്തിനു പിന്നാലെ ഇരുമ്പ് പായുന്നതുപോലെ സമ്പത്ത് നിന്റെ പിന്നാലെ വരും. പക്ഷെ ചെറിയൊരു മുന്നറിയിപ്പുണ്ട്. ദുർബലമായ മനസ്സുള്ളവർക്കുള്ളതല്ല ഈ വീഡിയോ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അല്പം കയ്പുള്ളതും ഒരുപക്ഷെ നിന്നെ ഭയപ്പെടുത്തുന്നതുമായിരിക്കും. നീയിപ്പോൾ ഈ വീഡിയോ പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചുവെച്ചോ, 5 വർഷത്തിനു ശേഷവും നീ തിരക്കുള്ള ബസ്സിൽ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ട മറ്റൊരുത്തൻ നിന്റെ മുന്നിലൂടെ ഒരു ആഡംബര കാറിൽ പറന്നുപോകും. ചാണക്യന്റെ വാക്കുകളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അടുത്ത 10 മിനിറ്റ് കൊണ്ട് നിന്റെ ചിന്താലോകത്തെ ഞാൻ കീഴ്മേൽ മറിക്കും. ഇവിടെ നിന്ന് നീ ഒന്നുകിൽ ഒരു രാജാവായി പുറത്തിറങ്ങും, അല്ലെങ്കിൽ ഒരു ജീവശവമായി എന്നും തുടരും. തീരുമാനം നിന്റേതാണ്. പണക്കാരനാകണമെന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ കാതിലണിഞ്ഞ് നിന്റെ മനസ്സിനെ ഇതിനായി പാകപ്പെടുത്തൂ. സുഹൃത്തുക്കളെ, ഈ ലോകത്ത് പ്രധാനമായും 2 തരം മനുഷ്യരാണുള്ളത്. 1 ഈ സിസ്റ്റം നിർമ്മിക്കുന്ന പണക്കാരും, 2 ആ സിസ്റ്റത്തിൽപ്പെട്ട് ജീവിതം ഹോമിക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരും. സ്കൂളുകളും സമൂഹവും എന്തിന്, നിന്റെ ബന്ധുക്കൾ പോലും നിന്നോട് കള്ളമാണ് പറഞ്ഞത്. സമ്പന്നർ ഒരിക്കലും പുറംലോകത്തോട് വെളിപ്പെടുത്താത്ത 8 രഹസ്യ നിയമങ്ങളുണ്ട്. ഒരു സാധാരണ ചായക്കച്ചവടക്കാരനെ രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കാനും ഗാരേജിൽ പണിയെടുക്കുന്നവനെ ലോകകോടീശ്വരനാക്കാനും ഈ നിയമങ്ങൾക്ക് കരുത്തുണ്ട്. ആ 8 രഹസ്യങ്ങൾ ഓരോന്നായി ഞാൻ ഇന്ന് നിനക്ക് മുന്നിൽ തുറന്നുകാട്ടുകയാണ്. ഇതിലെ ഓരോ കാര്യവും മുൻപത്തേതിനേക്കാൾ മൂല്യമുള്ളതാണ്. ഇതിലെ 8ാമത്തെ രഹസ്യം നിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ആ സമ്പന്നരുടെ ചിന്താലോകത്തേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. 1ാമത്തെ രഹസ്യം, നിനക്ക് നീ തന്നെ ഒരു വിലയിടരുത്. പകരം നിനക്കൊരു ആവശ്യം സമൂഹത്തിൽ സൃഷ്ടിക്കുക. നിന്റെ മുൻതലമുറ നിന്നെ പഠിപ്പിച്ച ആ വലിയ കള്ളം ആദ്യം മനസ്സിൽ നിന്ന് പിഴുതെറിയുക. നന്നായി കഷ്ടപ്പെട്ട് പണിയെടുത്താൽ പണമുണ്ടാക്കാം എന്നതാണത്. കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് സമ്പത്തുണ്ടാകുന്നതെങ്കിൽ ഇന്ന് റിക്ഷാക്കാരും നിർമ്മാണ തൊഴിലാളികളുമായിരിക്കണം ലോകത്തെ ഏറ്റവും വലിയ പണക്കാർ. കഴുതയും പകൽ മുഴുവൻ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ അവസാനം സിംഹം അതിനെ ഇരയാക്കുന്നു. എന്തുകൊണ്ട്? കാരണം കഴുതയ്ക്ക് പകരമായി മറ്റൊരു കഴുതയെ എളുപ്പത്തിൽ കിട്ടും. എന്നാൽ സിംഹത്തിന്റെ സ്ഥാനം അങ്ങനെയല്ല. പണക്കാരുടെ ലോകത്തെ 1ാമത്തെ നിയമം ഇതാണ്: ഈ ലോകത്ത് ഏറ്റവും മികച്ചവനാകാൻ മത്സരിക്കരുത്. പകരം നിങ്ങളെപ്പോലെ മറ്റൊരാളില്ലാത്ത വിധം അദ്വിതീയനാകാൻ ശ്രമിക്കൂ. സാധാരണക്കാരൻ തന്റെ അധ്വാനത്തെ വിൽക്കുമ്പോൾ ബുദ്ധിമാനായ ഒരു പണക്കാരൻ വിൽക്കുന്നത് മറ്റുള്ളവർക്ക് ഒഴിവാക്കാനാവാത്ത ഒരു ശീലമാണ്. ചാണക്യൻ പകർന്നുതന്ന ഒരു വലിയ തത്വം നമുക്കൊരു കഥയിലൂടെ ഒന്ന് പരിശോധിക്കാം. ഇത് വെറുമൊരു കഥയല്ല, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം തന്നെയാകാം. പണ്ട് ഒരു കൊച്ചു ഗ്രാമത്തിൽ രാമൻ എന്നും ശ്യാമൻ എന്നും പേരുള്ള 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. വെള്ളത്തിന് കടുത്ത ക്ഷാമമുള്ള ആ നാട്ടിൽ ദൂരെയുള്ള മലമുകളിൽ നിന്ന് വേണമായിരുന്നു കുടിവെള്ളമെത്തിക്കാൻ. രാമൻ അധ്വാനിക്കാൻ തയ്യാറായി. ഓരോ പ്രഭാതത്തിലും അവൻ വലിയ ബക്കറ്റുകളുമായി മല കയറും. ആ വെള്ളം ഗ്രാമത്തിലെത്തിച്ചു വിൽക്കും. നാട്ടുകാർക്ക് വെള്ളം കിട്ടി, രാമന് പണവും. താൻ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണെന്ന് രാമൻ വിശ്വസിച്ചു. അവൻ തന്റെ അധ്വാനം ഇരട്ടിയാക്കി. 2 ബക്കറ്റിനു പകരം 4 ബക്കറ്റുകൾ ചുമന്നു. പണം കുമിഞ്ഞുകൂടിയെങ്കിലും അവന്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ഇക്കാലമത്രയും ശ്യാമനെ അവിടെയെങ്ങും കണ്ടിരുന്നില്ല. ശ്യാമൻ ഒരു മടിയനാണ്, അവൻ പട്ടിണി കിടന്നു മരിക്കും എന്ന് രാമൻ എപ്പോഴും പരിഹസിക്കുമായിരുന്നു. എന്നാൽ 6 മാസങ്ങൾക്കു ശേഷം ഗ്രാമം ഒരു അത്ഭുതത്തിന് സാക്ഷിയായി. ശ്യാമൻ തിരിച്ചെത്തി, പക്ഷേ അവന്റെ കയ്യിൽ ബക്കറ്റുകളില്ലായിരുന്നു. പകരം മലമുകളിൽ നിന്ന് ഗ്രാമത്തിലേക്ക് അവൻ ഒരു പൈപ്പ് ലൈൻ നിർമ്മിച്ചിരുന്നു. ഒരു ടാപ്പ് തുറന്നപ്പോൾ ഗ്രാമത്തിലേക്ക് ശുദ്ധജലം ഒഴുകിയെത്തി. അതോടെ രാമന്റെ കഠിനാധ്വാനം അപ്രസക്തമായി. അവൻ ജോലിയില്ലാത്തവനായി മാറി. എന്നാൽ ശ്യാമൻ ഉറങ്ങുമ്പോഴും വിശ്രമിക്കുമ്പോഴും ആ പൈപ്പ് ലൈനിലൂടെ അവന് പണം ലഭിച്ചുകൊണ്ടേയിരുന്നു. സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ആരാണ്? എന്നും രാവിലെ ബക്കറ്റുമായി ഓഫീസിലേക്ക് ഓടുന്ന ആ രാമനാണോ നിങ്ങൾ? എന്നാണോ നിങ്ങളുടെ ശരീരം തളരുന്നത്? എന്നാണോ നിങ്ങൾക്ക് വയ്യാതാകുന്നത്? അന്ന് നിങ്ങളുടെ വീട്ടിലേക്കുള്ള വരുമാനവും നിലയ്ക്കും. ഒരു യഥാർത്ഥ സമ്പന്നൻ പൈപ്പ് ലൈനുകൾ നിർമ്മിക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്. താനില്ലെങ്കിലും ലോകത്തിനു തന്നെ ആവശ്യമായി വരുന്ന ഒരു സിസ്റ്റം അവൻ കെട്ടിപ്പടുക്കുന്നു. ഇതിന്റെ മറ്റൊരു വശം ചിന്തിച്ചാൽ കുറച്ച് ക്രൂരമായി തോന്നാം. ഈ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ആരാണെന്നറിയാമോ? അതൊരു ഡ്രഗ് ഡീലറാണ്. കേൾക്കുമ്പോൾ ദേഷ്യം തോന്നാം, പക്ഷേ അവരുടെ രീതിയൊന്ന് ശ്രദ്ധിക്കൂ. അവർ ആദ്യം ലഹരി സൗജന്യമായി നൽകും.
ജിയോ നമുക്ക് സൗജന്യമായി ഇന്റർനെറ്റ് നൽകിയതും സൊമാറ്റോ വൻ ഡിസ്കൗണ്ടുകൾ തന്നതുമെല്ലാം ഇതേ തന്ത്രത്തിന്റെ ഭാഗമാണ്. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് നിങ്ങളെ ആ ശീലത്തിന് അടിമയാക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഇന്റർനെറ്റും പുറത്തെ ഭക്ഷണവുമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയായി. നിങ്ങൾ അറിയാതെ തന്നെ ആ വ്യവസ്ഥിതിയുടെ ഭാഗമായി മാറി. ഇനി അവർ എന്ത് വില കൂട്ടിയാലും നിങ്ങൾ അത് നൽകാൻ നിർബന്ധിതരാണ്. ചാണക്യൻ പണ്ട് ചന്ദ്രഗുപ്തനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഏതൊരു നിമിഷം രാജാവിന് നിന്നോടുള്ള ആവശ്യം അവസാനിക്കുന്നുവോ അന്ന് നിന്റെ കഴുത്ത് വെട്ടപ്പെടും. നിങ്ങളുടെ ഓഫീസിൽ മറ്റാർക്കും ചെയ്യാവുന്ന പണിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ സുരക്ഷിതരല്ല. പുറത്താക്കപ്പെടാൻ പോകുന്നവരുടെ നീണ്ട നിരയിൽ നിങ്ങളും ഒരാളാണ്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? ജോലി ഉപേക്ഷിക്കണമെന്നാണോ? ഒരിക്കലുമല്ല. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരിക്കണം. ആദ്യത്തെ പടി എന്ന നിലയിൽ നിങ്ങളുടെ ജോലി നന്നായി ചെയ്യുക. പക്ഷേ വെറുമൊരു തൊഴിലാളിയായിട്ടല്ല, മറിച്ച് നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് പോലും അറിയാത്ത ചില പ്രത്യേക നൈപുണ്യങ്ങൾ അവിടെ നിന്ന് നേടിയെടുക്കുക. രണ്ടാമത്തെ പടി, വൈകുന്നേരം വീട്ടിലെത്തി വിനോദങ്ങൾക്കായി സമയം കളയാതെ സ്വന്തമായി ഒരു പൈപ്പ് ലൈൻ പണിയാൻ ശ്രമിക്കുക. അത് ഒരു പുതിയ വിദ്യയാകാം, ഒരു ഉൽപ്പന്നമാകാം, അല്ലെങ്കിൽ നിങ്ങളില്ലാത്തപ്പോഴും വരുമാനം നൽകുന്ന ഒരു ആശയമാകാം. ലോകത്തിന് നിങ്ങളൊരു ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യമായി മാറണം. സ്വന്തം ജീവിതത്തിന്റെ പൈപ്പ് ലൈൻ ഇന്നുതന്നെ പണിതു തുടങ്ങുക. നിങ്ങളുടെ അധ്വാനം നിങ്ങളെ സ്വതന്ത്രനാക്കട്ടെ. മറ്റുള്ളവർക്ക് നിങ്ങൾ വെറുമൊരു ഉപകർത്താവായി മാറരുത്, മറിച്ച് അവരുടെ ജീവിതത്തിലെ അവിഭാജ്യമായ ഒരു ലഹരിയായി മാറണം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക: ഹൃദയത്തിൽ അമിതമായ വൈകാരികതയും സ്നേഹവും സൂക്ഷിക്കുന്നവരെ ഈ ലോകം കടിച്ചുകീറി എറിഞ്ഞുകളയും. അടുത്തതായി ഞാൻ പങ്കുവയ്ക്കുന്ന കാര്യം ഒരുപക്ഷേ നിങ്ങളെ അസ്വസ്ഥരാക്കിയേക്കാം. ഇത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെപ്പോലും നിങ്ങൾ സംശയത്തോടെ നോക്കിത്തുടങ്ങും. സ്വന്തം നന്മകളെ ബലികൊടുത്ത് ലോകത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ നിങ്ങൾ തയ്യാറാണോ? വൈകാരികതയുടെ മറവിൽ നടക്കുന്ന വലിയൊരു ബിസിനസ്സിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. കുട്ടിക്കാലം മുതൽ മധുരം പുരട്ടിയ വിഷം പോലെ ചില ചിന്തകൾ നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. നന്മ ചെയ്ത് കടലിൽ തള്ളുക, എല്ലാവരെയും കണ്ണുമടച്ച് സഹായിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടുവളർന്നു. സിനിമകളിൽ പോലും നായകൻ പാവപ്പെട്ടവനും നന്മയുള്ളവനുമായിരിക്കും, വില്ലൻ എപ്പോഴും ക്രൂരനായ ഒരു പണക്കാരനായിരിക്കും. സത്യത്തിൽ ഇതൊരു ആസൂത്രിതമായ പ്രചരണമാണ്. നിങ്ങൾ വെറുമൊരു നല്ലവനായിരിക്കുക എന്നത് സമ്പന്നരുടെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യാൻ കഴിയൂ. തുറന്നു പറഞ്ഞാൽ അതിരുകടന്ന നന്മ കാണിക്കുന്നവർ ജീവിതത്തിൽ പിന്നിലായി പോകുകയേയുള്ളൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നും സാമ്പത്തികമായി കഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് തലച്ചോറുകൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. പാവം തോന്നിയിട്ട് ഒരു സുഹൃത്തിന് നിങ്ങൾ നൽകിയ കടം ഇന്നവൻ തിരിച്ചു തരുന്നില്ലെന്നു മാത്രമല്ല, നിങ്ങളുടെ കോൾ പോലും അവൻ അവഗണിക്കുന്നു. വെറുമൊരു ബന്ധുവായതുകൊണ്ട് മാത്രം നിങ്ങൾ വേണ്ടെന്നുവെച്ച ആ ബിസിനസ് ഡീൽ നിങ്ങളുടെ വളർച്ചയെയാണ് ഇല്ലാതാക്കിയത്. ജീവിതത്തിന്റെ കൊടുമുടിയിൽ എത്തിയവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഹൃദയമില്ല, കൃത്യമായ കണക്കുകൂട്ടലുകൾ മാത്രമാണുള്ളത്. സ്റ്റീവ് ജോബ്സിനെ നമ്മൾ ആരാധിക്കുന്നു, അല്ലേ? എന്നാൽ അദ്ദേഹത്തിന്റെ വിജയത്തിനു പിന്നിൽ വിട്ടുവീഴ്ചയില്ലാത്ത ചില തീരുമാനങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ ലിഫ്റ്റിൽ വെച്ച് കണ്ടുമുട്ടിയ സ്വന്തം ജീവനക്കാരനോട് കമ്പനിക്കു വേണ്ടി എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ലാതെ പതറിയ ആ നിമിഷം തന്നെ അയാളെ ജോബ്സ് പുറത്താക്കി. കേൾക്കുമ്പോൾ ക്രൂരതയായി തോന്നാം, പക്ഷേ ആ കാർക്കശ്യമാണ് ആപ്പിളിനെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമാക്കിയത്. ആ ജീവനക്കാരന്റെ കുടുംബത്തെക്കുറിച്ചോ അവസ്ഥയെക്കുറിച്ചോ ആലോചിച്ച് ജോബ്സ് സഹതപിച്ചിരുന്നെങ്കിൽ ഇന്ന് ആപ്പിൾ എന്ന അത്ഭുതം നിലനിൽക്കില്ലായിരുന്നു. ജീവിതം ഒരു യുദ്ധക്കളമാണ്. അവിടെ ശത്രുവിനു നേരെ സ്നേഹത്തിന്റെ പൂക്കളെറിഞ്ഞാൽ അവൻ നിങ്ങളെ വെടിവെച്ചു വീഴ്ത്തും. വെറും ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി സ്വന്തം സ്വപ്നങ്ങളെ ബലികഴിക്കുന്നതാണ് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം. ഡാർക്ക് സൈക്കോളജി എന്നാൽ ലക്ഷ്യങ്ങളിലേക്കെത്താൻ ഏത് കടുത്ത തീരുമാനവും മടിക്കാതെ എടുക്കുക എന്നതാണ്. ഇതിനർത്ഥം നിങ്ങളൊരു ക്രിമിനൽ ആകണം എന്നല്ല, മറിച്ച് ലോകത്തിന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കുന്ന മിടുക്കനായ ഒരു വ്യാപാരിയാകണം എന്നാണ്. ബിസിനസ്സിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ പോലും നിങ്ങളുടെ എതിരാളിയാണ്. നിങ്ങളുടെ കടയിൽ വരുന്ന സുഹൃത്തിന് സ്നേഹത്തിന്റെ പേരിൽ സൗജന്യങ്ങൾ നൽകരുത്, കൃത്യമായ ലാഭം തന്നെ വാങ്ങുക. കാരണം അവൻ നാളെ സമ്പന്നനായി വലിയ കാറിൽ പായുമ്പോൾ ആ പഴയ കടം എഴുതിവെക്കുന്ന തിരക്കിലായിരിക്കും നിങ്ങൾ. ചാണക്യനീതി കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്: അതിസർവത്ര വർജയേത്. ഏത് കാര്യവും അമിതമായാൽ അത് നാശത്തിന് കാരണമാകും. അമിതമായ സൗന്ദര്യം കാരണമാണ് സീത അപഹരിക്കപ്പെട്ടത്. പരിധിയില്ലാത്ത നിങ്ങളുടെ നന്മയും നിങ്ങളെ പരാജയപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് നല്ലവനായിരിക്കുക, ഒപ്പം ലോകം നിങ്ങളെ തകർക്കാത്ത വിധം ബുദ്ധിയുള്ളവനും കരുത്തനുമാവുക. അമിതമായ അഹങ്കാരം കൊണ്ട് ലങ്കേശ്വരനായ രാവണൻ വീണുപോയെങ്കിൽ അതിരുകടന്ന ദാനശീലവും നന്മയും കാരണമാണ് മഹാബലിക്ക് തന്റെ രാജ്യം വിട്ട് പാതാളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ജീവിതത്തിൽ ഒരുപാട് നല്ലവരാകാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാട്ടിലെ ഏറ്റവും നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം വെട്ടിമാറ്റപ്പെടുന്നത്, എന്നാൽ വളഞ്ഞുപൊളഞ്ഞു നിൽക്കുന്നവയെ ആരും തൊടില്ല. അതുകൊണ്ട് ഇന്നൊന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റിൽ നിങ്ങളെ വൈകാരികമായി തളർത്തുന്ന എത്ര പേരുണ്ട്? അത്തരക്കാരെ ധൈര്യമായി അങ്ങ് വെട്ടിമാറ്റൂ.
ഇനി ആരെങ്കിലും നിങ്ങളോട് ഒരു സഹായം ചോദിക്കുമ്പോൾ ആ നന്മ ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കുക, ഇതിലൂടെ എനിക്കെന്ത് ഗുണമാണുള്ളതെന്ന്. അല്പം സ്വാർത്ഥത കാണിക്കുന്നതിൽ തെറ്റില്ല. കാരണം നാളെ നമ്മളൊരു ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കിടക്കുമ്പോൾ ഡോക്ടർ നമ്മുടെ നന്മയല്ല നോക്കുന്നത്, മറിച്ച് ബില്ലടയ്ക്കാനുള്ള നമ്മുടെ ക്രെഡിറ്റ് കാർഡാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ വരുത്തുന്ന വലിയൊരു അബദ്ധം. നിങ്ങളൊരുപക്ഷെ ഇപ്പോൾ സ്വാർത്ഥനായിട്ടുണ്ടാകാം, ഒരുപാട് പുതിയ അറിവുകൾ നേടിയെടുത്തിട്ടുണ്ടാകാം, എന്നിട്ടും നിങ്ങൾ ആഗ്രഹിച്ച സാമ്പത്തിക നേട്ടമുണ്ടായോ? ഇല്ലെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ വിറ്റഴിക്കുന്നത് ഓരോ നിമിഷവും തീർന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നതാണ്. നമ്മുടെ മരണത്തിന്റെ കൗണ്ട് ഡൗൺ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. സമയത്തിന്റെ ഈയൊരു കറുത്ത വിപണിയെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ദരിദ്രമായ ചിന്താഗതി പുലർത്തുന്ന ഒരാൾ പണം മാത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് കരുതുന്നു. പണത്തെ മുറുകെ പിടിക്കുമ്പോൾ വിലമതിക്കാനാവാത്ത സമയത്തെ അയാൾ വെറുതെ പാഴാക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ബൈക്ക് വഴിയിൽ കേടായെന്ന് കരുതുക. അത് നന്നാക്കാൻ മെക്കാനിക്ക് 200 രൂപ ചോദിച്ചാൽ നമ്മൾ പറയും അത് വലിയ തുകയാണെന്ന്. വെറും 50 രൂപ ലാഭിക്കാൻ വേണ്ടി കത്തുന്ന വെയിലത്ത് വണ്ടി തള്ളി കിലോമീറ്ററുകൾ ദൂരെയുള്ള മറ്റൊരു കടയിലേക്ക് നിങ്ങൾ പോയേക്കാം. വിയർത്തൊലിച്ച് വീട്ടിലെത്തി നിങ്ങൾ അഭിമാനത്തോടെ പറയുമായിരിക്കും, ഇന്ന് ഞാൻ കുറെ ലാഭിച്ചെന്ന്. പക്ഷേ സുഹൃത്തെ, യഥാർത്ഥത്തിൽ നിങ്ങൾ ലാഭിച്ചത് പണമല്ല, പകരം നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട 2 മണിക്കൂറുകൾ തുച്ഛമായ വിലയ്ക്ക് നിങ്ങൾ വിറ്റുകളയുകയായിരുന്നു. ആ സമയം പുതിയൊരു അറിവ് നേടാനോ മറ്റൊരു ബിസിനസ് ആശയത്തിനായോ ചിലവിട്ടിരുന്നെങ്കിൽ ഭാവിയിൽ കോടികൾ നേടാമായിരുന്നു. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ 1 മണിക്കൂറിന് വെറും 25 രൂപയെ വിലയിട്ടുള്ളൂ. ഇതാണ് ദാരിദ്ര്യത്തിലേക്കുള്ള ചിന്താഗതി. എന്നാൽ ഒരു വിജയി ചിന്തിക്കുന്നത് മറിച്ചാണ്. പണം എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അധ്വാനിച്ചുണ്ടാക്കാവുന്ന ഒന്നാണ്. പക്ഷേ കടന്നുപോകുന്ന ഓരോ നിമിഷവും ലോകത്തിലെ സകല സമ്പത്ത് നൽകിയാലും നമുക്ക് തിരികെ ലഭിക്കില്ല. ആ തിരിച്ചറിവാണ് ഒരാളെ യഥാർത്ഥത്തിൽ ധനികനാക്കുന്നത്. ഒരു സമ്പന്നൻ തന്റെ വീട്ടിലെ പൈപ്പ് നന്നാക്കാൻ ഒരു പ്ലംബറെ വിളിക്കുമ്പോഴോ ട്രെയിനിലെ തിരക്കുകളിൽ നിന്ന് മാറി AC കോച്ചിലോ വിമാനത്തിലോ യാത്ര ചെയ്യുമ്പോഴോ പലരും അതിനെ ആഡംബരമായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അയാൾ അവിടെ പ്രദർശിപ്പിക്കുന്നത് തന്റെ സമ്പത്തല്ല, മറിച്ച് തന്റെ സമയത്തിന്റെ മൂല്യമാണ്. പൈപ്പ് നന്നാക്കാൻ സ്വന്തം സമയം കളയുന്നതിനേക്കാൾ ലാഭം ആ ജോലി മറ്റൊരാളെ ഏൽപ്പിച്ച് ആ സമയം തന്റെ ബിസിനസ്സിനെക്കുറിച്ചോ ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങളെക്കുറിച്ചോ ചിന്തിക്കാൻ മാറ്റിവെക്കുന്നതാണെന്ന് അയാൾക്കറിയാം. മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ശാരീരികമായും മാനസികമായും തളരുന്നതിനേക്കാൾ തന്റെ ഉൽപ്പാദനക്ഷമത സംരക്ഷിക്കുന്നതിനാണ് അയാൾ മുൻഗണന നൽകുന്നത്. പണം ലാഭിക്കാൻ വേണ്ടി സമയം പാഴാക്കുന്നവരല്ല, മറിച്ച് സമയം ലാഭിക്കാൻ വേണ്ടി പണം ചെലവാക്കുന്നവരാണ് വിജയികളെന്ന് അയാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ അയാൾ നിങ്ങൾക്ക് നൽകുന്നത് കേവലം ഒരു ശമ്പളമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട 8 മണിക്കൂറുകൾ അയാൾ വിലയ്ക്ക് വാങ്ങുകയാണ്. നിങ്ങളുടെ ആയുസ്സിന്റെ ഒരു ഭാഗം മറ്റൊരാൾക്ക് വിൽക്കപ്പെടുകയാണെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഒന്ന് ആഴത്തിൽ ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 25 അല്ലെങ്കിൽ 30 വയസ്സുണ്ടെങ്കിൽ 75 വയസ്സുവരെ ഇനിയൊരു 40 വർഷം കൂടി കയ്യിലുണ്ടെന്ന് നിങ്ങൾ കരുതിയേക്കാം. എന്നാൽ വാസ്തവം മറ്റൊന്നാണ്. ഉറക്കത്തിനും ഭക്ഷണത്തിനും യാത്രകൾക്കും നിത്യേനയുള്ള പ്രാഥമിക കൃത്യങ്ങൾക്കുമായി ചിലവാകുന്ന സമയം മാറ്റിവെക്കുക. ഒപ്പം വാർദ്ധക്യത്തിലെ അവശതകളും രോഗാവസ്ഥകളും കൂടി കണക്കിലെടുത്താൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാനും ഒരു രാജാവിനെപ്പോലെ ജീവിക്കാനും കഷ്ടി 10 വർഷം മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഈ ചെറിയ കാലയളവ് നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? ഫോണിലെ റീലുകൾ വെറുതെ സ്ക്രോൾ ചെയ്തും അനാവശ്യ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെട്ടും ജീവിതം പാഴാക്കുകയാണോ? ഓരോ സെക്കൻഡും നിങ്ങൾ മരണത്തിലേക്ക് നടന്നെടുക്കുകയാണെന്ന ഓർമ്മ വേണം. സമയത്തെ ബഹുമാനിക്കാത്തവനെക്കാലം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന ചാണക്യന്റെ വചനങ്ങൾ ഇന്നും ഒരു വലിയ സത്യമായി നിലനിൽക്കുന്നു. നിങ്ങളുടെ 1 മണിക്കൂറിന് എത്ര മൂല്യമുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കണക്കുകൂട്ടിയിട്ടുണ്ടോ? മാസം 1 ലക്ഷം രൂപ വരുമാനം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് തന്റെ ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ തുക നൽകി മറ്റൊരാളെക്കൊണ്ട് ചെയ്യിക്കാവുന്ന ജോലികൾക്കു വേണ്ടി സ്വന്തം സമയം പാഴാക്കരുത്. ഒരു തൊഴിലാളിയെപ്പോലെ ചിന്തിച്ചാൽ എന്നും ആ നിലയിൽ തന്നെ തുടരാം. എന്നാൽ ഒരു രാജാവാകണമെങ്കിൽ സമയത്തെ രാജകീയമായി തന്നെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ലോകത്തെ നിയന്ത്രിക്കുന്നവർ മാത്രം രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു സത്യമുണ്ട്. ഒരു യുവാവിന്റെ ഊർജ്ജമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി. ആ കരുത്തുപയോഗിച്ചാൽ ലോകത്തെ മാറ്റിമറിക്കാൻ അവന് സാധിക്കും. അതുകൊണ്ട് തന്നെ യുവാക്കളെ തളച്ചിടാൻ അവർ ഉപയോഗിക്കുന്നത് ഇരുമ്പ് ചങ്ങലകളല്ല, മറിച്ച് ലഹരിയുടെയും കാമത്തിന്റെയും പട്ടുനൂലുകളാണ്. ഇന്റർനെറ്റിൽ അശ്ലീല വീഡിയോകളും വിനോദങ്ങളും സൗജന്യമായി ഒഴുകുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു സേവനമല്ല, നിങ്ങളുടെ ശ്രദ്ധയും ലക്ഷ്യബോധവും തകർക്കാനുള്ള ആയുധമാണ്. ഒരു സ്ക്രീനിനു മുന്നിലെ ഇരുട്ടിൽ നിങ്ങളുടെ സർവ്വ ഊർജ്ജവും ഊറ്റിയെടുക്കുന്ന ഒരു ചക്രവ്യൂഹമാണ് നിങ്ങൾക്കായി അവർ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ചെറിയ സ്ക്രീനിലേക്ക് കണ്ണും നട്ടിരിക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഹോർമോൺ വളരെ എളുപ്പത്തിൽ പ്രവഹിക്കുകയാണ്. ഒരു തരിമ്പുപോലും അധ്വാനിക്കാതെ ഇത്രയേറെ ആനന്ദം ലഭിക്കുമ്പോൾ പിന്നെന്തിനാണ് കഠിനാധ്വാനം ചെയ്യാൻ ഒരാൾ മെനക്കെടുന്നത്?
സത്യത്തിൽ ഇന്നത്തെ തലമുറ നേരിടുന്ന മടിയിലേക്കും മാനസിക തളർച്ചയിലേക്കും നയിക്കുന്ന പ്രധാന വില്ലൻ ഈ കുറുക്കുവഴികളാണ്. ഓരോ ക്ലിക്കിലൂടെയും നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ പോരാളിയെ നിങ്ങൾ അറിയാതെ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരു വലിയ സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ലോകം കീഴടക്കിയ വിജയികളെല്ലാം തങ്ങളുടെ ആന്തരികമായ ഊർജ്ജത്തെ കൃത്യമായി നിയന്ത്രിക്കാൻ പഠിച്ചവരായിരുന്നു. നെപ്പോളിയൻ ഹിൽ തന്റെ പ്രശസ്തമായ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. സ്റ്റീവ് ജോബ്സും നിക്കോള ടെസ്ലയും മൈക്ക് ടൈസണുമെല്ലാം വിജയത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ തങ്ങളുടെ ശാരീരികവും മാനസികവുമായ ഊർജ്ജം അനാവശ്യമായി പാഴാക്കാതെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം തിരിച്ചുവിട്ടവരാണ്. എന്നാൽ നമ്മളോ വെള്ളിത്തിരയിലെ പ്രണയകഥകൾക്ക് പിന്നാലെ ഓട്ടി സ്വന്തം ജീവിതം ഹോമിക്കുകയാണ്. സുഹൃത്തെ, സിനിമകൾ കാട്ടിത്തരുന്ന ലോകമല്ല യാഥാർത്ഥ്യം. ഒരു പെൺകുട്ടി നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ ഒപ്പം നിന്നേക്കാം, പക്ഷേ തന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ അവൾ ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായ നിലവാരമുള്ള ഒരാളോടൊപ്പമായിരിക്കും. കയ്യിലൊന്നുമില്ലാത്ത കാലത്ത് പ്രിയപ്പെട്ടവർ പോലും അകന്നുപോയേക്കാം. അത് സ്വാഭാവികമായ ഒരു അതിജീവന തന്ത്രം മാത്രമാണ്. അതുകൊണ്ട് യൗവനത്തിന്റെ തിളപ്പ് വെറുതെ ആരെയും ആകർഷിക്കാൻ വേണ്ടി കളയരുത്. 30കളിൽ എത്തുമ്പോൾ പശ്ചാത്തപിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാക്കരുത്. മറിച്ച് ഇന്ന് നിങ്ങൾ സ്വയം വാർത്തെടുക്കാൻ ശ്രമിച്ചാൽ നാളെ ലോകം മുഴുവൻ നിങ്ങളുടെ പിന്നാലെ വരും. ഇന്ന് കഷ്ടപ്പെട്ട് നാളെ രാജാവിനെപ്പോലെ ജീവിക്കണോ അതോ ഇന്ന് സുഖിച്ച് നാളെ കണ്ണീരൊഴുക്കണോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ചാണക്യൻ പണ്ട് ചന്ദ്രഗുപ്തന് നൽകിയ ആ ഉപദേശം ഇന്നും പ്രസക്തമാണ്. സുഖലോലുപതയിൽ മുഴുകുന്ന ഒരു ഭരണാധികാരി തന്റെ സാമ്രാജ്യത്തെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒരു തപസ്സുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മോശമായ ശീലങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുക. ഉള്ളിൽ ആവേശമിരച്ചു കയറുമ്പോൾ അത് ക്രിയാത്മകമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ കഠിനമായ വ്യായാമത്തിനോ വേണ്ടി മാറ്റിവെക്കുക. നിങ്ങളുടെ രക്തം സിരകളിൽ വെറുതെ തിളച്ചുതീരാൻ അനുവദിക്കരുത്. സ്വന്തം ഇന്ദ്രിയങ്ങളെ മെരുക്കാൻ എന്ന് നിങ്ങൾ പഠിക്കുന്നുവോ അന്നു മുതൽ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് അസാധ്യമായി ഒന്നുമുണ്ടാകില്ല. പിന്നെ മറ്റൊരു കാര്യം, പണക്കാരനായി അഭിനയിക്കുന്ന ആ വലിയ കെണിയിൽ പോയി വീഴരുത്. ലക്ഷങ്ങളുടെ കാറും ഫോണും ബ്രാൻഡഡ് വസ്ത്രങ്ങളും കണ്ട് ആരും വഴിതെറ്റരുത്. ജോലി പോയാൽ തെരുവിലാകുന്ന അവസ്ഥയുള്ള പലരും ഇന്ന് ജീവിക്കുന്നത് വെറും ബാങ്ക് ലോണുകളുടെ ബലത്തിലാണ്. നിങ്ങളെ സഹായിക്കാനല്ല, മറിച്ച് നിങ്ങളെ എന്നും കടക്കാരനായി നിലനിർത്താനാണ് ബാങ്കുകൾ ശ്രമിക്കുന്നത്. ഈ ക്രെഡിറ്റ് കാർഡുകളും വായ്പകളും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കുമേൽ വീഴുന്ന ചങ്ങലകളാണെന്ന് തിരിച്ചറിയുക. സമ്പന്നർ എന്നും രഹസ്യമായി സൂക്ഷിക്കുന്ന, എന്നാൽ നമ്മുടെ പാഠപുസ്തകങ്ങളിലൊന്നും ഇടം പിടിക്കാത്ത ലളിതമായ ഒരു സാമ്പത്തിക പാഠമുണ്ട്. അത് മറ്റൊന്നുമല്ല, ആസ്തികളും ബാധ്യതകളും തമ്മിലുള്ള കൃത്യമായ തിരിച്ചറിവാണത്. നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം എത്തിക്കുന്ന ഒന്നാണ് ആസ്തി അഥവാ അസറ്റ്. വാടക ലഭിക്കുന്ന കെട്ടിടങ്ങൾ, ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ, വളർന്നുവരുന്ന ബിസിനസ്സുകൾ, സ്വർണം എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു. എന്നാൽ ബാധ്യതകൾ അഥവാ ലയബിലിറ്റീസ് നേരെ തിരിച്ചാണ്. അവ നിങ്ങളുടെ സമ്പാദ്യം ചോർത്തിക്കൊണ്ടിരിക്കും. വില കൂടിയ ലക്ഷറി കാറുകൾ, ആഡംബര വീടുകൾ, ട്രെൻഡിന് പിന്നാലെ പോകുന്ന ഫോണുകൾ, അനാവശ്യമായ സബ്സ്ക്രിപ്ഷനുകൾ എന്നിവയെല്ലാം പണം നശിപ്പിക്കുന്ന ബാധ്യതകളാണ്. പണക്കാരുടെ രീതി നോക്കൂ. കയ്യിൽ പണം വരുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് ആ പണം ആസ്തികളിലേക്ക് നിക്ഷേപിക്കുക എന്നതാണ്. ആ നിക്ഷേപത്തിൽ നിന്ന് ലാഭം കൊയ്തു തുടങ്ങുമ്പോൾ മാത്രമാണ് അവർ തങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി ചിലവഴിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്? കയ്യിലൊരു ബോണസോ അധിക വരുമാനമോ കിട്ടുമ്പോഴേക്കും അത്യാധുനികമായ ഒരു സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാൻ ഓടുന്നു. സത്യത്തിൽ ധനികനായി ജീവിക്കുന്നതിനു പകരം ധനികനായി നടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് ഒട്ടും താൽപ്പര്യമില്ലാത്ത ചിലരെ കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ദൂർത്തടിക്കുമ്പോൾ നമ്മൾ സ്വയം ദാരിദ്ര്യത്തിലേക്ക് കുഴിതോണ്ടുകയാണ്. നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം കുടുംബങ്ങളെയും കടക്കെണിയിലാക്കുന്ന പ്രധാന ഘടകമാണ് ആഡംബര വിവാഹങ്ങൾ. ജീവിതകാലം മുഴുവൻ വിയർപ്പൊഴുക്കി സമ്പാദിച്ചതൊക്കെ വെറും 2 ദിവസത്തെ പളപളപ്പിനായി പലരും ഒഴുക്കിക്കളയുന്നു. എന്തിനുവേണ്ടിയാണ് ഇതെല്ലാം? കല്യാണത്തിന് വന്നവർ ഭക്ഷണത്തെക്കുറിച്ച് 2 നല്ല വാക്ക് പറയാൻ മാത്രം. എന്നാൽ പിറ്റേ ദിവസം തന്നെ അവർ അതെല്ലാം മറക്കും. പക്ഷേ ആ 2 ദിവസത്തെ വാഹ് വാഹ് കേൾക്കാൻ വേണ്ടി നിങ്ങളെടുത്ത കടം വീട്ടാൻ അടുത്ത 5 വർഷം നിങ്ങൾ കഷ്ടപ്പെടേണ്ടിവരും. ഇത് ബുദ്ധിയല്ല, മറിച്ച് സാമ്പത്തികമായ ആത്മഹത്യയാണ്. ബുദ്ധിയുള്ളവർ വിവാഹവേദികളെ പുതിയ ബന്ധങ്ങൾക്കും വളർച്ചയ്ക്കുമായി ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർ അവിടെ സ്വന്തം ജീവിതം തന്നെ ഹോമിക്കുന്നു. ചാണക്യൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കടം വരുത്തിവെക്കുന്ന പിതാവ് മകന്റെ ശത്രുവിന് തുല്യമാണെന്ന്. കടത്തെ അദ്ദേഹം വിഷത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഇന്ന് തന്നെ തീരുമാനിക്കുക: ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാൻ ഒരിക്കലും കടം വാങ്ങില്ലെന്ന്. ഒരു ഐഫോൺ വാങ്ങാൻ നിങ്ങളുടെ കയ്യിൽ അതിന്റെ 5 ഇരട്ടി പണമില്ലെങ്കിൽ അത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്കായിട്ടില്ല എന്ന് തിരിച്ചറിയുക. ലോകത്തെ കാണിക്കാനുള്ള ഈ ഓട്ടം അർത്ഥശൂന്യമാണ്. പഴയ വസ്ത്രം ധരിച്ചാലോ ചെറിയൊരു വണ്ടി ഓടിച്ചാലോ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല. നിശബ്ദനായി ഇരുന്ന് അധ്വാനിക്കുക, സമ്പാദ്യം വളർത്തുക. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉയരുന്ന അന്ന് ലോകത്തിനു മുന്നിൽ നിങ്ങളുടെ മൗനം പോലും ഒരു സിംഹഗർജനം പോലെ കരുത്തുള്ളതായി മാറും. ഇതിനൊപ്പമുള്ള 6ാമത്തെ രഹസ്യം നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു മണ്ടത്തരമുണ്ട്.
ഒരു പുതിയ ബിസിനസ് ഐഡിയയോ അല്ലെങ്കിൽ ജിമ്മിൽ പോയി ശരീരം ശ്രദ്ധിക്കണമെന്നോ തീരുമാനിച്ചാൽ ഉടനെ സുഹൃത്തുക്കളോട് പോയി പറയും. അവർ നമ്മളെ പുകഴ്ത്തുമ്പോൾ മനസ്സിന് വലിയൊരു സന്തോഷം തോന്നും. പക്ഷെ കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ആവേശം പമ്പ കടക്കും. ഇതിന് പിന്നിൽ ഒരു ശാസ്ത്രീയ സത്യമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയുമ്പോൾ തലച്ചോറിൽ പ്രീമെച്വർ ഡോപാമിൻ റിലീസ് ചെയ്യപ്പെടുന്നു. അതായത് ആ ലക്ഷ്യം നിങ്ങൾ നേടിക്കഴിഞ്ഞു എന്നൊരു വ്യാജ സംതൃപ്തി തലച്ചോറിന് ലഭിക്കുന്നു. അതോടെ കഠിനാധ്വാനം ചെയ്യാനുള്ള ആ പഴയ ആവേശവും വിശപ്പും നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് നിങ്ങളുടെ പ്ലാനുകൾ രഹസ്യമായി സൂക്ഷിക്കുക. അത് വിജയമായി മാറുമ്പോൾ മാത്രം ലോകം അറിയട്ടെ. വിജയികളായ മനുഷ്യരുടെ ജീവിതം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും: അവർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ ആരെയും അറിയിക്കാറില്ല. ആ വിജയത്തിന്റെ മധുരം ലോകം നുണയുന്ന നിമിഷം വരെ അവർ ഒരു രഹസ്യമായി മൗനം പാലിക്കും. ഇതിനു പിന്നിൽ കേവലം ജാഗ്രത മാത്രമല്ല, കണ്ണേറ് അഥവാ ഈവിൾ ഐ എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മുടെ സന്തോഷത്തിൽ ആത്മാർത്ഥമായി ആഹ്ലാദിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ പലപ്പോഴും അതൊരു മിഥ്യാധാരണയാണ്. നമ്മൾ നന്നായി ജീവിക്കണമെന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ നമ്മൾ അവരെക്കാൾ ഒരുപടി മുകളിൽ എത്തുന്നത് സഹിക്കാൻ പലർക്കും പ്രയാസമായിരിക്കും. ഇതാണ് മനുഷ്യ മനസ്സിന്റെ സങ്കീർണമായ ഒരു വശം. നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോൾ അറിയാതെ തന്നെ ചിലരുടെ മനസ്സിൽ അസൂയയുടെ കനലുകൾ എരിഞ്ഞേക്കാം. ആ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴിയിൽ ഒരു വലിയ തടസ്സമായി മാറും. തടസ്സങ്ങളില്ലാതെ മുന്നോട്ടു പോയിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിന്നുപോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അത് നിങ്ങളുടെ അമിതമായ തുറന്നുപറച്ചിലുകൾ കൊണ്ടാകാം. ചാണക്യൻ തന്റെ ശ്ലോകത്തിലൂടെ നൽകുന്ന ഉപദേശം എത്രയോ അർത്ഥവത്താണ്. മനസ്സിനുള്ളിലെ പ്ലാനുകൾ ഒരു രഹസ്യമന്ത്രം പോലെ കാത്തുസൂക്ഷിക്കുക. പുറത്തു പറയാതെ നിശബ്ദമായി അതിനായി പരിശ്രമിക്കുക. ഇന്നുമുതൽ നമുക്കൊരു മൗനവ്രതം തുടങ്ങാം. നിങ്ങൾ ഒരു വലിയ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണോ? അതോ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുകയാണോ? എങ്കിൽ അത് നിങ്ങളുടെ നിഴൽ പോലും അറിയരുത്. ലോകം നിങ്ങളെ നോക്കി സഹതപിച്ചോട്ടെ. നിങ്ങൾ തോറ്റുപോയെന്നവർ കരുതിക്കോട്ടെ. നിങ്ങളുടെ വിജയത്തിന്റെ വാർത്ത ഒരു സ്ഫോടനം പോലെ അവർക്കിടയിലേക്കെത്തുന്ന ദിവസം വരെ നിങ്ങൾ നിശബ്ദനായിരിക്കുക. അന്ന് നിങ്ങളുടെ വിജയത്തിന്റെ ശബ്ദം നിങ്ങളുടെ വാക്കുകളേക്കാൾ എത്രയോ ആഴത്തിൽ അവരുടെ കാതുകളിൽ പതിക്കും. നിങ്ങൾ ആരായിത്തീരും എന്നത് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ടിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന 5 പേരുടെ സ്വഭാവമാണ് നിങ്ങളുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നത്. ഇതിനൊരു വെറും മോട്ടിവേഷനല്ല, മറിച്ച് പ്രകൃതിയുടെ ഒരു നിയമമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ലഹരിക്ക് അടിമപ്പെട്ടവരാണെങ്കിൽ നാളെ നിങ്ങളും അവരിൽ ഒരാളാകും. എന്നാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ ദീർഘവീക്ഷണമുള്ളവരും ലക്ഷ്യബോധമുള്ളവരുമാണെങ്കിൽ വിജയത്തിലേക്ക് അവരോടൊപ്പം നിങ്ങളും നടന്നുകയറും. ഉയരങ്ങളിൽ പറന്നുയരേണ്ട കഴുകനാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ ജീവിക്കുന്നത് മുറ്റത്തെ കോഴികൾക്കൊപ്പമാണെങ്കിൽ നിങ്ങൾ പറക്കാൻ മറന്നുപോകും. ഈ മനോഭാവത്തെ നമുക്ക് ഞണ്ട് രീതി എന്ന് വിളിക്കാം. ഒരു ബക്കറ്റിലെ ഞണ്ടുകളിൽ ഒന്ന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവ അതിനെ താങ്ങുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിന്റെ കാലിൽ പിടിച്ചു താഴേക്ക് വലിച്ചിടുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കളും പലപ്പോഴും ഇങ്ങനെയാകാം. നിങ്ങൾ വലിയ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഭയപ്പെടുത്തിയും നിരുത്സാഹപ്പെടുത്തിയും അവർ നിങ്ങളെ പിന്തിരിപ്പിച്ചേക്കാം. അവർക്ക് നിങ്ങൾ വിജയിക്കുന്നതിലല്ല പേടി, മറിച്ച് നിങ്ങൾ വിജയിച്ചു പോയാൽ തങ്ങൾ തനിച്ചായിപ്പോകുമോ എന്ന ഭയമാണ്. ചാണക്യൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്: വഴിയിൽ ഒരു സർപ്പത്തെയും ചതിക്കുഴികൾ ഒളിപ്പിച്ചുവെച്ച ഒരു സുഹൃത്തിനെയും ഒരേ സമയം കണ്ടുമുട്ടിയാൽ നിങ്ങൾ നിസ്സംശയം ആ പാമ്പിനെ തിരഞ്ഞെടുത്തോളൂ. കാരണം പാമ്പ് ഭയപ്പെട്ടാൽ ഒരിക്കൽ മാത്രമേ നിങ്ങളെ ദംശിക്കൂ. എന്നാൽ ലക്ഷ്യബോധമില്ലാത്ത സുഹൃത്തുക്കൾ ഓരോ നിമിഷവും നിങ്ങളുടെ സ്വപ്നങ്ങളെയും ആത്മവിശ്വാസത്തെയും കൊന്നുകൊണ്ടിരിക്കും. കേൾക്കുമ്പോൾ അല്പം കടുപ്പമായി തോന്നിയേക്കാം, പക്ഷേ ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കണമെന്നും സാമ്പത്തികമായ അടിത്തറ കെട്ടിപ്പടുക്കണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് നടക്കാൻ നിങ്ങൾ ശീലിച്ചേ മതിയാകൂ. നിങ്ങളുടെ ഫോണെടുത്ത് ആ കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. നിങ്ങളെ എപ്പോഴും നിരാശപ്പെടുത്തുന്ന യാതൊരു ലക്ഷ്യവുമില്ലാത്ത ആ സുഹൃത്തുക്കളെ ഇന്ന് തന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തൂ. അവരുടെ അനാവശ്യമായ സന്ദേശങ്ങളെയും കോളുകളെയും നമുക്ക് തൽക്കാലം മ്യൂട്ട് ചെയ്യാം. ഏകാന്തതയെ ഒരു ശാപമായല്ല, മറിച്ച് സ്വയം തിരിച്ചറിയാനുള്ള ഒരു കലയായി മാറ്റിയെടുക്കുക. പുസ്തകങ്ങളെയും അറിവ് പകർന്നുതരുന്ന പോഡ്കാസ്റ്റുകളെയും നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളാക്കി മാറ്റൂ. ഓർക്കുക, ആടുകൾ മാത്രമാണ് എപ്പോഴും കൂട്ടമായി നടക്കുന്നത്, എന്നാൽ ഒരു സിംഹം കാട്ടിൽ വേട്ടയാടുന്നത് ഒറ്റയ്ക്കാണ്. നിങ്ങൾക്ക് ആ കൂട്ടത്തിലെ ഒരു ആടാകണോ അതോ അധികാരിയുള്ള സിംഹമാകണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. വിജയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷേ 8ാമത്തെ രഹസ്യത്തെക്കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ഇതൊരു സാധാരണ ഉപദേശമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ എരിയേണ്ട ഒരു അഗ്നിയാണ്. ലോകം നമ്മളെ എപ്പോഴും പഠിപ്പിക്കുന്നത് ക്ഷമിക്കാനും സമാധാനമായി ഇരിക്കാനുമാണ്. എന്നാൽ സമാധാനം എന്നത് സന്യാസിമാർക്ക് ചേർന്ന ഒന്നാണ്. ജീവിതത്തോട് പൊരുതുന്ന ഒരു പോരാളിക്ക് വേണ്ടത് അതല്ല. നിങ്ങൾക്ക് ഒരു രാജാവിനെപ്പോലെ വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എരിയുന്ന ഒരു ഇന്ധനം ഉണ്ടായിരിക്കണം. അത് സ്നേഹമല്ല, മറിച്ച് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച കടുത്ത അപമാനങ്ങളായിരിക്കണം. നിങ്ങളുടെ ബന്ധുക്കൾ പുച്ഛത്തോടെ നോക്കി, "നീ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു?" എന്ന് ചോദിച്ച ആ നിമിഷം ഓർക്കുന്നുണ്ടോ?
നിനക്ക് എന്നോട് സംസാരിക്കാൻ പോലുമുള്ള അർഹതയില്ല എന്നു പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തിയത് മറന്നുപോയോ? കയ്യിൽ പണമില്ലാത്ത ഒരൊറ്റ കാരണം കൊണ്ട് പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകാൻ കഴിയാതെ നിസ്സഹായനായി നിങ്ങൾ ആ ആശുപത്രി വരാന്തയിൽ തലതാഴ്ത്തി നിന്നത് ഓർമ്മയുണ്ടോ? ആ വേദനയും ദേഷ്യവും ഒരു കനലായി ഉള്ളിൽ തന്നെ സൂക്ഷിക്കണം. എന്നാൽ ആ ദേഷ്യം കൊണ്ട് ആരോടെങ്കിലും തർക്കിക്കാനോ കൈവയ്ക്കാനോ അല്ല ഞാൻ പറയുന്നത്. അത് വിവരമില്ലാത്തവർ ചെയ്യുന്നതാണ്. പകരം ഏറ്റവും മാന്യമായ രീതിയിൽ നിങ്ങൾ അവർക്കൊരു തിരിച്ചടി നൽകണം. നിങ്ങളുടെ ആ കടുത്ത ദേഷ്യത്തെ ലക്ഷ്യത്തിലേക്കുള്ള ഊർജ്ജമാക്കി മാറ്റുക. രാവിലെ എഴുന്നേൽക്കാൻ മടി തോന്നുമ്പോൾ ആ പഴയ അപമാനങ്ങളൊന്ന് മനസ്സിനെ ഓർമ്മിപ്പിച്ചു നോക്കൂ. അപ്പോൾ തന്നെ നിങ്ങളൊരു സ്പ്രിംഗ് പോലെ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേൽക്കും. ജോലി ചെയ്യാൻ മടുപ്പ് തോന്നുമ്പോൾ നിങ്ങളുടെ പരാജയം കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ശത്രുക്കളുടെ മുഖം ഒന്നോർക്കുക. ജീവിതത്തിൽ നിങ്ങൾ നേടുന്ന വലിയ വിജയമാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രതികാരം. 5 വർഷത്തിനു ശേഷം ലക്ഷങ്ങൾ വിലയുള്ള ഒരു കാറിൽ നിന്ന് ഏറ്റവും വില കൂടിയ വസ്ത്രമണിഞ്ഞ് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ കണ്ണുകളിൽ വിരിയുന്ന ആ നിരാശയുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം. അന്ന് നിങ്ങൾക്ക് അവരോടൊന്നും മിണ്ടേണ്ടി വരില്ല. നിങ്ങളുടെ ആ വലിയ വിജയം അവരുടെ ഓരോരുത്തരുടെയും കരണത്തടിക്കുന്നതിന് തുല്യമായിരിക്കും. മഹാപണ്ഡിതനായ ചാണക്യൻ തന്നെ അപമാനിച്ച ധനാനന്ദനെ തകർക്കുമെന്ന് ശപഥം ചെയ്താണ് തന്റെ ശിഖ അഴിച്ചിട്ടത്. ആ സാമ്രാജ്യത്തെ വേരോടെ പിഴുതെറിയുന്നതുവരെ അദ്ദേഹം വിശ്രമിച്ചിട്ടില്ല. അതുപോലെ നിങ്ങളും ഇന്ന് ഒരു ശപഥമെടുക്കണം. ദാരിദ്ര്യമെന്ന മഹാമാരിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേരോടെ മാറ്റുമെന്ന് ഉറപ്പിക്കണം. നിങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിക്കുമെന്നും മാതാപിതാക്കളുടെ അഭിമാനം വാനോളം ഉയർത്തുമെന്നും ഇന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം. ആ പഴയ കൈപ്പുള്ള ഓർമ്മകളെ ഇന്ധനമാക്കി മാറ്റൂ. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ തീയിൽ ആ വലിയ ലക്ഷ്യങ്ങളെ ചുട്ടെടുക്കൂ. മറ്റുള്ളവർക്ക് നിങ്ങളെ ഒന്ന് കാണണമെങ്കിൽ പോലും തല അണ്ണാന്തം വച്ച് നോക്കേണ്ടി വരുന്ന അത്രയും വലിയൊരു നിലയിലേക്ക് നിങ്ങൾ വളർന്നു പന്തലിക്കണം. പ്രിയപ്പെട്ടവരെ, വിജയത്തിന്റെ ആ 8 രഹസ്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട്. എന്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കി. പൊരുതി ജയിക്കാനുള്ള കരുത്തും ആയുധങ്ങളും നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ഈ പോരാട്ടം നയിക്കേണ്ടത് നിങ്ങളാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ 2 വഴികളാണുള്ളത്. ഒന്നാമത്തെ വഴി വളരെ എളുപ്പമാണ്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കുക. വെറുതെ കുറച്ചുനേരം കൂടി വിനോദങ്ങളിൽ മുഴുകി സമാധാനമായി ഉറങ്ങുക. നാളെ നേരം പുലരുമ്പോൾ പഴയതുപോലെ ഒരു യന്ത്രത്തെപ്പോലെ ഉണരാം. തിരക്കേറിയ ബസ്സുകളിൽ തള്ളിക്കയറി ജോലിക്ക് പോകാം. ആരുടെയൊക്കെയോ കൈപ്പേറിയ വാക്കുകൾ കേട്ട് വിധി മോശമാണെന്ന് പഴിച്ചു ജീവിതകാലം മുഴുവൻ കണ്ണീരൊഴുക്കാം. എന്നാൽ രണ്ടാമത്തെ വഴി ഒരു പുതിയ തുടക്കമാണ്. ഈ നിമിഷം തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആ ശരിക്കുള്ള മനുഷ്യനെ ഉണർത്തുക. കണ്ണാടിക്ക് മുന്നിൽ ചെന്നുനിന്ന് ആത്മവിശ്വാസത്തോടെ സ്വന്തം കണ്ണുകളിലേക്ക് നോക്കി പറയുക, ഇത്രയും കാലം അനുഭവിച്ചത് മതി, ഇനി എനിക്ക് മാറ്റം വേണം. ഇന്നു മുതൽ ഞാൻ ആൾക്കൂട്ടത്തിൽ തളച്ചിടപ്പെട്ട ഒരാളല്ല, സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന സിംഹമാണ്. എന്റെ പാത ഞാൻ തന്നെ വെട്ടിത്തെളിക്കും. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ തീയെങ്കിലും ജ്വലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലായ്മകളെ തുടച്ചു നീക്കുമെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ബാക്കിയുള്ളവരെപ്പോലെയല്ല എന്ന് എനിക്ക് തെളിയിച്ചു തരൂ. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ പോയി നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ എഴുതുക, ഐ വിൽ റൂൾ, ഞാൻ ഭരിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആ ഓരോ വാക്കുകളും വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യ കാൽവെപ്പായിരിക്കും. നിങ്ങളോടൊപ്പം ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അടുത്ത 3 സുഹൃത്തുക്കൾക്ക് മാത്രം ഈ വീഡിയോ പങ്കുവയ്ക്കുക. ബാക്കിയുള്ളവരെ അവരുടെ വഴിക്ക് വിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. കാരണം നിങ്ങളെ ഇനിയും വെറുതെ ഉറങ്ങാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ ജനിച്ചത് തന്നെ ചരിത്രം കുറിക്കാനും വിജയിക്കാനുമാണെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ കരുത്തോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.